നമസ്കാരം. ഹരിതം സുന്ദരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. വ്യത്യസ്തമായ ചില കാർഷിക കാഴ്ചകൾ തേടിയാണ് ഇന്ന് ഹരിതം സുന്ദരം യാത്ര പോകുന്നത്. കൊല്ലത്തെ ശ്രീ വലിയ കൂനമ്പായിക്കുളം ക്ഷേത്ര സന്നിധിയിലേക്ക്. സഹസ്രനാമത്താൽ മുഖരിതമായ ക്ഷേത്രപ്പറമ്പ് ഇന്ന് വലിയൊരു കൃഷിഭൂമി കൂടിയാണ്. പൂവാലികളും പച്ചക്കറിയും പാലും വളർത്തുകോഴികളും ഒക്കെ നിറഞ്ഞ വിശാലമായ ഹരിതാപം നിറഞ്ഞ ഒരു വലിയ ഭൂമിക. അത് കാണുക എന്നത് വലിയ സുഹൃതം തന്നെയാണ്. ആ സുഹൃതം തേടി ഒരു യാത്ര പോകാം. ഞങ്ങളോടൊപ്പം കൂടുക. ഹരിതം സുന്ദരം. തെക്കൻ കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശ്രീ വലിയ കൂനമ്പായിക്കുളം. പതിനായിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ ദേവി മഹാത്മ്യം തേടി എത്തുന്നത്. എന്നാൽ ഒരു ക്ഷേത്രം അതിൻ്റെ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പാകെ കാർഷിക ഭൂമിയാക്കി മാറ്റുക അപൂർവമായ ഒരു കാഴ്ച തന്നെയാണ്. അത്തരം അപൂർവതകളാണ് വലിയ കൂനമ്പായിക്കുളം ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത്. 1-2 5 ഏക്കർ വരും ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമി. ഏതാണ്ട് 5 വർഷം മുമ്പ് വരെ തരിശായി കിടന്ന ഈ ഭൂമി ഇന്ന് ഹരിതാപം നിറഞ്ഞ നന്മയുടെ വിളനിലമായി മാറിയിരിക്കുന്നു. പൈക്കിടാങ്ങളും പാൽ തരുന്ന ഗോക്കളുമൊക്കെയായി ഏതാണ്ട് 79ഓളം വരുന്ന ഗോകുലത്തിൻ്റെ വിപുലമായ സംഖ്യ. ഏതാണ്ട് 2 ഏക്കറോളം വരുന്ന പച്ചക്കറി തോട്ടം, കൂടാതെ വാഴത്തോട്ടം, മുട്ടക്കോഴികൾ, ഇങ്ങനെ ഒന്നാകെ സംയോജിത കൃഷിയുടെ വിളനിലമായി മാറിയിരിക്കുന്നു വലിയ കൂനമ്പായിക്കുളം ക്ഷേത്രത്തിൻ്റെ ഭൂമിക. 10,000-കണക്കിനോളം ഭക്തർ പ്രതിദിനം വന്നുപോകുന്ന ക്ഷേത്രത്തിൽ ഈ കാർഷിക കാഴ്ചകൾ കാണാൻ കൂടി ആൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഭക്തരിൽ പലരും കർഷകരായി മാറുന്നു, കർഷകരിൽ പലരും ഭക്തരായി മാറുന്നു. ദേവിയുടെ മഹാത്മ്യം കൊണ്ട് അത്തരം അത്ഭുതങ്ങളാണ് വലിയ കൂനമ്പായിക്കുളത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോശാലയിലേക്ക് നമുക്കൊന്ന് വരാം. 79ഓളം പൂവാലികൾക്ക് സമൃദ്ധമായി നിൽക്കുവാൻ പാകത്തിന് വളരെ വിശാലമായി കണ്ണത്ത ദൂരത്തോളം നീട്ടി കെട്ടിയിരിക്കുകയാണ് ഈ കൂടാരം. പൈക്കൾക്ക് നിൽക്കാൻ വേണ്ടി നല്ല ഉറച്ച കരിങ്കൽ തറകൾ, അഭിമുഖമായി നിന്ന് തീറ്റ തില്ലാൻ പാകത്തിൽ പുൽത്തൊട്ടികൾ, സദാ വായു ശുദ്ധവായു കയറി ഇറങ്ങി പോകുന്നതിനുള്ള വലിയ സംവിധാനം, ഇതിനൊക്കെ പുറമെ വായുവിനെ സദാ ചലിപ്പിക്കുന്ന പങ്കകൾ, പൈക്കൾക്ക് ശുദ്ധ സംഗീതം, അതും ദേവീ മഹാത്മ്യം കേട്ടു നിൽക്കുവാനായിട്ടുള്ള സൗണ്ട് സിസ്റ്റം, പൈക്കൾക്ക് നന്നായി നനയാനും നീരാടുവാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുങ്ങുന്ന ജലചംക്രമണ സംവിധാനം, ദാഹം അകറ്റുവാൻ വേണ്ടി കുടിനീർ മുമ്പിലെത്തുന്ന സ്വയം നിയന്ത്രിത പാനപാത്രങ്ങൾ, കറവയ്ക്കായി മനുഷ്യസ്പർശമില്ലാതെ യന്ത്രങ്ങളുടെ സാന്നിധ്യം, അങ്ങനെ എല്ലാം കൊണ്ടും ആധുനിക കാലത്തിന് യോജിച്ച രീതിയിലാണ് വലിയ കൂനമ്പായിക്കുളം ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ഈ ഗോശാല പണി കഴിപ്പിച്ചിരിക്കുന്നത്. വലിയ കൂനമ്പായിക്കുളം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ കൂനമ്പായിക്കുളത്തമ്മ ഗോശാലയുടെ മാനേജർ ഷാജി നമ്മോടൊപ്പം ഉണ്ട്. ഫാമിൻ്റെ ഗോശാലയുടെ പ്രവർത്തനങ്ങൾ അദ്ദേഹം നമ്മോട് വിശദീകരിക്കും. നമസ്കാരം ഷാജി. നമസ്കാരം ഷാജി. ഇപ്പോൾ ഒരുപക്ഷെ ഒരു ക്ഷേത്ര ഭരണസമിതി അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് ഇതുപോലെയുള്ള ഒരു നാടിന് നന്മ വിതയ്ക്കുന്ന ഒരു പ്രവർത്തനം, പ്രത്യേകിച്ച് ഒരു അന്നമാണ് ഇവിടെ നിന്ന് നിങ്ങൾ സംഭാവന ചെയ്തത്. അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പക്ഷേ അപൂർവമായൊരു കാഴ്ചയായിരിക്കും. എന്തു തോന്നുന്നു ഷാജി? ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ഫൗണ്ടർ ചെയർമാനായിട്ടുള്ള നടരായൻ മുതലാളി അദ്ദേഹത്തിൻ്റെ ഭാവനയിലുണ്ടായിരുന്ന ഒരു പദ്ധതിയാണിത്. അത് ഇപ്പോഴത്തെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഭരണസമിതിയൊക്കെ വളരെ ആത്മാർത്ഥയോട് കൂടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ 5 ഏക്കറിനകത്ത് ഇതേപോലെയുള്ള ഒരു വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ഗോശാല സ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഗോശാലയുമായി ബന്ധപ്പെട്ട് ഈ ഗോശാല ഇഷ്ടപ്പെടുന്ന ധാരാളം ഭക്തർ, ഈ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളൊക്കെ ഉണ്ടാവും. അവരൊക്കെ പലപ്പോഴും ഇവിടുത്തെ സന്ദർശകരായിട്ടും വന്നിട്ടുണ്ടാവും. അപ്പോൾ അവരുമായിട്ടൊക്കെ നേരിട്ടിടപെടാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഷാജിക്ക് അവരുമായിട്ടൊരു അടുപ്പമുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു അഭിപ്രായം എന്താണ് ഈ ഫാമിനെ കുറിച്ച്? അല്ല, അവർ ഈ ചൊവ്വാഴ്ച നമ്മുടെ ക്ഷേത്രത്തിൽ വരുന്ന ജനങ്ങളെന്ന് പറഞ്ഞാൽ മറ്റുള്ള ജില്ലകളിൽ നിന്നൊക്കെ വരും. തിരുവനന്തപുരം, അതേപോലെയുള്ള ആലപ്പുഴ, ഇങ്ങനെയുള്ള ജില്ലകളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട്.
അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ചയാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്ഷേത്ര സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഗോക്കളെ സംരക്ഷിക്കുക എന്നൊരു പദ്ധതിയും ഇന്ന് വളരെ ശുദ്ധമായിട്ടുള്ള, വളരെ തനിമയാർന്നിട്ടുള്ള, വളരെ 100% ശുദ്ധമായിട്ടുള്ള പാല് സാധാരണ ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്നതിൽ അവരെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച വരുമ്പോൾ ഒരു കവർ പാലെങ്കിലും ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ക്യൂവിൽ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം ഇവിടെ വരുമ്പോൾ നമുക്ക് കാണുന്നത് വെച്ചാൽ ഒക്കെ ഒരു ഗോക്കളുടെയൊക്കെ പൈക്കളുടെയൊക്കെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു നല്ല ദേവീ ചൈതന്യം, വളരെ ശാന്തതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല പൈക്കളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി വലിയൊരു അധ്വാനം വേണ്ടി വന്നിട്ടുണ്ടാവും. ഷാജിക്കൊന്ന് വിശദീകരിക്കാമോ എങ്ങനെയായിരുന്നു ഇതിന്? ഒരാളോ രണ്ടുപേരോ അല്ല, നമ്മൾ ഈ ക്ഷേത്ര സമിതിയിലുള്ള വളരെ സക്രിയമായിട്ട് പ്രവർത്തിക്കുന്ന പ്രസിഡൻറ്റ്, സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ളൊരു ടീം തന്നെ ഇതിനുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇവർ ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയാണോ നല്ല പശുക്കളുണ്ട് എന്ന് കേൾക്കുന്നത് അവിടെ പോയിട്ട് അതിനെ കണ്ട് നമ്മളതിനെ വാങ്ങിക്കൊണ്ട് വരുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. കേരളത്തിനകത്ത് നിന്നാണോ അതേ പുറത്തു നിന്നാണോ ഇത്തരം പശു? കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന പശുക്കളെയും നമ്മൾ സ്വീകരിക്കും, അതേപോലെ വീടുകളിൽ വളർത്തുന്ന പശുവിനെയും നമ്മൾ സ്വീകരിക്കും. അത് പോയി കണ്ടതിന് ഇപ്പോൾ തന്നെ ഇതിനകത്തൊരു 12 പശുക്കൾ, ബാംഗ്ലൂർ മോഡലുള്ള 12 പശുക്കൾ ഇതിനകത്തുണ്ട്. അതൊരു ഫാമിൽ നിന്ന് തന്നെ നമ്മൾ ഒറ്റയടി വാങ്ങിയതാണത്. അപ്പോൾ ഇതൊരു നല്ല ഇനം പശുക്കളെ എവിടെ കാണുന്നോ അത് വാങ്ങുക എന്നുള്ള നമ്മുടെ ഭരണസമിതിയുടെ ഒരു തീരുമാനമാണ്. അതാണ്. ഇനി പൈക്കളുടെ തിരഞ്ഞെടുപ്പിലേക്ക് വരാം. സാധാരണഗതിയിൽ ഒരു ഫാം സജ്ജീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗോശാല സജ്ജീകരിക്കുമ്പോൾ ഒറ്റയടിക്ക് ഒത്തിരി പൈക്കളെ ഫാമിലെത്തിക്കുകയാണ് പതിവ്. എന്നാൽ ആ പതിവ് ഇവിടെ തെറ്റിച്ചിരിക്കുകയാണ്. നല്ല നാട്ടിൽ നിന്നും നല്ല പൈക്കൾ വന്നണയുന്ന നല്ല ഒരു ഗോശാല വേണം എന്ന് ഭാരവാഹികൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ പൈക്കളെയും നല്ല നാട്ടിൽ നിന്ന്, നല്ല ഉടമസ്ഥരിൽ നിന്ന്, നല്ല ഭക്തരിൽ നിന്ന് എത്തിച്ചതാണ്. ഇനി ഗോവൃന്ദത്തിനുമുണ്ട് മറ്റൊരു പ്രത്യേകത. ഗോവൃന്ദത്തിൽ ഒരു മിശ്രിതം വേണം എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. ഒറ്റയിനം പശുക്കളല്ല, ഒട്ടനവധി പൈക്കൾ. അതുകൊണ്ട് തന്നെ ഹോളണ്ടിൻ്റെ അല്ലെങ്കിൽ അയർലൻഡിൻ്റെ വിശ്രുത ഗോക്കളായ ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ പൈക്കൾ വന്നു. ഇംഗ്ലീഷ് ചാനലിൻ്റെ പ്രസിദ്ധ പൈക്കളായ ജേഴ്സി പൈക്കൾ പിന്നെ വന്നു. കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ മാട്ടുപ്പെട്ടി ഇൻഡോസിസിൽ പ്രോജക്റ്റിൽ വികസിപ്പിച്ചെടുത്ത സുനന്ദിനി പൈക്കൾ പിന്നീട് വന്നു. ഓരോ പൈക്കൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഹോൾസ്റ്റൈൻ ആകട്ടെ കറവക്കാലം നീളും. 305 ദിവസമാണ് വർഷത്തിൽ കറവ. കൊഴുപ്പ് പാലിൽ അല്പം കുറയുമെങ്കിലും പാൽ അളവ് കൂടുതൽ തന്നെ. എന്നാൽ ഹോൾസ്റ്റൈൻ പൈക്കൾക്ക് ഹോളണ്ടിൻ്റെ അഥവാ അയർലൻഡിൻ്റെ കാലാവസ്ഥ വേണം. ഉയർന്ന ചൂട് താങ്ങുക വയ്യ. എന്നാൽ ജേഴ്സി പൈക്കളാകട്ടെ അല്പമൊക്കെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്നവർ തന്നെ. നല്ല ഒന്നാന്തരം ഗോതമ്പ് തവിടിൻ്റെ നിറം, പാത്രം പോലെ വിരിഞ്ഞ നെറ്റിത്തടം, കരിങ്കൂവളത്തിൻ്റെ മിഴികൾ, അങ്ങനെ എല്ലാം കൊണ്ടും അഴകൊത്തവളാണ് ജേഴ്സി. ജേഴ്സി പൈക്കളുടെ പാലിന് കൊഴുപ്പ് കൂടുതലാണ്. എന്നാൽ വർഷത്തിൽ 300 ദിവസത്തോളം കറവ കിട്ടി എന്ന് വരില്ല. എങ്കിലും വേണ്ട, പാൽ കൊഴുപ്പിൽ, പാൽ രുചിയിൽ മുന്നിൽ തന്നെയാണ് ജേഴ്സി. സുനന്ദിനിയാകട്ടെ ഇവയ്ക്ക് മദ്യം വരും. പ്രതിദിനം 6 ലിറ്ററിൽ കുറയാത്ത പാല് സുനന്ദിനിയിൽ ഉറപ്പാണ്. ഉയർന്ന രോഗപ്രതിരോധ ശേഷിയുള്ള പൈക്കൾ കൂടിയാണ് സുനന്ദിനി പൈക്കൾ. എന്തായാലും ഗോക്കളുടെ ഈ ഒരു മിശ്രിതം കൊണ്ട് വലിയൊരു ഗുണം ഫാമിനുണ്ടായി. ഭക്തർക്ക് കണ്ണിണകളിൽ ആസ്വദിക്കാൻ ആവോളം സൗന്ദര്യം നുകർന്ന് ധാരാളം പൂവാലികൾ, അതും വ്യത്യസ്തമായ രൂപത്തിലും നിറത്തിലും നിൽക്കുന്നു. പ്രതിദിനം ക്ഷേത്രത്തിൽ വരുന്ന ഭക്തരിൽ നല്ലൊരു ഭാഗം ഫാം സന്ദർശിക്കുവാനും എത്തുന്നുണ്ട്. ഒരു നാടിനെ ആകെ പാൽ കുടിപ്പിക്കുക എന്ന ഒരു ദൗത്യമാണ് ക്ഷേത്ര ഭാരവാഹികൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ പ്രഭാത കൃത്യങ്ങളും ആരംഭിക്കും. ഫാമിൽ ജീവനക്കാരുണ്ട്. രാവിലെ തന്നെ കറവ തുടങ്ങും. കറവ യന്ത്രക്കറവയാണ്. ഒരു മിനിറ്റിൽ 52 പ്രാവശ്യം മിടിക്കുന്ന സങ്കോച വികാസങ്ങളുടെ ഫലമായി അകിടിൽ നിന്നും പാൽ കറന്നെടുക്കുന്ന കറവയന്ത്രങ്ങളാണ് ഫാമിന് കൂട്ട്. പൈക്കൾക്കും അതുതന്നെ കൂട്ട്. 10 ലിറ്റർ പാൽ കറക്കുന്ന പയ്യെ ഏതാണ്ട് 5 മിനിറ്റ് കൊണ്ട് പൂർണ്ണമായും കറന്നെടുക്കാം എന്നുള്ളതാണ് ഈ യന്ത്രത്തിൻ്റെ മേന്മ. യന്ത്രം കൂടുതൽ നേരം പ്രവർത്തിച്ചാൽ പാലിന് പകരം രക്തം വരുമോ എന്നുള്ള സംശയമൊക്കെ പല കർഷകർക്കുമുണ്ട്. എന്നാൽ അങ്ങനെയൊന്നുമില്ല എന്ന് അനുദിനം തെളിയിക്കുകയാണ് കറവയന്ത്രം. പൂർണ്ണമായും ശുചിത്വമുള്ള പാൽ പൂർണ്ണമായും കറന്നെടുക്കുക എന്ന ധർമ്മമാണ് കറവയന്ത്രം നിർവഹിക്കുന്നത്. ഫാമിൽ കറന്നെടുത്ത പാൽ അപ്പോൾ തന്നെ
1/2 ലിറ്ററിൻ്റെ കവറുകളിലാക്കുന്ന പാക്കിംഗ് സംവിധാനവുമുണ്ട്. പാക്ക് ചെയ്ത പാൽ അപ്പോൾ തന്നെ ക്ഷേത്രത്തിൽ എത്തുകയാണ് പതിവ്. ക്ഷേത്രത്തിലെത്തിയാൽ അത് ഉടൻ തന്നെ ഭക്തർക്ക് വിതരണം ചെയ്യും. രാവിലെ എത്തുന്ന ഭക്തർ പലരും ദേവീ മഹാത്മ്യം, ദേവീ ചൈതന്യം കണ്ട് തൊഴുതതിന് ശേഷം പാൽ വാങ്ങിയാണ് വീട്ടിലേക്ക് മടങ്ങാറ്. ഒരു ദിവസം തുടങ്ങിയാൽ അത് അവസാനിക്കുന്നവരെയുള്ള ഇവിടെ ഈ ഗോശാലയുടെ ഒരു പ്രവർത്തനങ്ങളൊന്ന് വിശദീകരിക്കുമോ? ഇവിടെ ആകെ ഇതിന് വേണ്ടിയിട്ട് 7 തൊഴിലാളികളാണുള്ളത്. ഇപ്പോൾ വെളുപ്പാൻ രാവിലെ ഒരു 2:30 മണിക്ക് അവരെഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ പശുക്കളുടെ തൊഴുത്തിനകത്തുള്ള ചാണകവും ഇതെല്ലാം വൃത്തിയാക്കുക, പശുക്കളെ കുളിപ്പിക്കുക. അപ്പോൾ ഈ അരമണിക്കൂർ കൊണ്ട് ഇത്രയും ജോലികൾ കഴിഞ്ഞാൽ കൃത്യം 3 മണിക്ക് കറവ ആരംഭിക്കും. കറവ ആരംഭിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് കൃത്യം 5 മണിക്ക് തന്നെ ക്ഷേത്രത്തിൽ ഈ പാല് കൊടുത്തു തുടങ്ങും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ശേഖരിക്കുന്ന പാല് ഇവിടെ വെച്ച് തന്നെ കവറിൽ പ്രിൻ്റ് ചെയ്ത് 1/2 ലിറ്ററിൻ്റെ പാലുകൾ പ്രിൻ്റ് ചെയ്ത് ഇത് നമ്മളിവിടുന്ന് ഈ സ്റ്റോക്ക് ഇവിടുന്ന് നേരെ ക്ഷേത്രത്തിൻ്റെ സ്റ്റാളിലെത്തിക്കുകയും അവിടുന്ന് വിൽപ്പന നടത്തുകയും ചെയ്യുന്നൊരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഒരു 6 മണിയോട് കൂടിയിട്ട് ഇവിടുത്തെ കറവ കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പശുക്കൾക്ക് കാടിയും അതിൻ്റെ തീറ്റയും ഇതെല്ലാം കൊടുത്തതിന് ശേഷം വളരെ നല്ല നിലയിൽ എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ തേച്ച് കുളിപ്പിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഓരോ പശുവിനെയും വളരെ ഭംഗിയായിട്ട് ഒരു ചാണകത്തിൻ്റെ ഒരു അംശം പോലും ശരീരത്തില്ലാത്ത രീതിയിൽ വളരെ തേച്ച് കുളിപ്പിച്ച് അതിനെ ശരിക്കും വിശ്രമിക്കാൻ വിടുക എന്നുള്ളതാണ് സിസ്റ്റം. പിന്നെ 11:30-ക്ക് വീണ്ടും ഈ തൊഴിലാളികൾ വരുന്നു, വീണ്ടും ഇതിനെ കുളിപ്പിക്കുന്നു. 12 മണിക്ക് തന്നെ കറവ ആരംഭിക്കുന്നു. പിന്നെ അവർ ഒരു 2 മണിയോടുകൂടിയിട്ട് വിശ്രമിക്കാൻ പോയാൽ വീണ്ടും ഒരു 3:30 തിരിച്ചു വരുന്നു. വീണ്ടും ഇതിനെ കുളിപ്പിച്ച് അതിൻ്റെ തീറ്റയൊക്കെ കൊടുത്ത് ഒരു 6 മണിയോട് ഫ്രീ ആവും. അതോടെ എല്ലാവരും വിശ്രമാവസ്ഥയിലേക്കാവും. അപ്പോൾ അങ്ങനെ വെളുപ്പാൻ രാവിലെ 2:30-ക്ക് തുടങ്ങുന്ന ഒരു വർക്ക് ഏകദേശം ഒരു 6-6:30 വരെ ചെയ്യാനായിട്ടങ്ങ് നിൽക്കും. 79ഓളം പൈക്കളുള്ള ഫാമിൽ പൈക്കിടാങ്ങൾക്ക് നിൽക്കുവാൻ പ്രത്യേക സൗകര്യമുണ്ട്. ശുദ്ധവായു അനായാസനം കയറിയിറങ്ങുന്ന ഫാമിൽ രോഗങ്ങൾ എപ്പോഴും കടന്നു വരില്ല. ഉന്നതമായ ട്രസ് വർക്കിൻ്റെ സാങ്കേതികത മേൽക്കൂരയ്ക്കുണ്ട്. ശുദ്ധവായു എപ്പോഴും അകത്തേക്ക് കയറുവാനും ദുഷിച്ച വായു പുറത്തേക്ക് പോകാനുമുള്ള സൗകര്യം ഒരുങ്ങുന്നതാണ് ഈ ട്രസ് വർക്ക്. ഫൈബർ കോട്ടഡ് ടിൻ ഷീറ്റുകളാണ് ഫാമിന് മേൽക്കൂരയായി കൂട്ടിയിരിക്കുന്നത്. എന്തായാലും തൊഴുത്തിലെ നിൽപ്പിനു ശേഷം പുറത്ത് ഉലാത്തുവാനും 5 ഏക്കർ ഭൂമിയുണ്ട്. സമൃദ്ധമായ പുൽ വിളഞ്ഞു കിടക്കുന്ന ഭൂമി പൈക്കൾക്ക് കൂട്ടാണ്. പുൽനാമ്പുകൾ പാൽത്തുള്ളികളാണ്. CO3 പുല്ലാണ് ഏറെയും. 42-ാം പക്കം തന്നെ CO3 പുൽ കൊയ്തെടുക്കാം. CO3 പുല്ലിനായി പ്രത്യേക തോട്ടം തന്നെ ഫാമിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഫാം കഴുകുന്ന വെള്ളം, ഗോശാലയിൽ നിന്ന് വരുന്ന മൂത്രം ഒക്കെ ചേർന്ന് പ്രത്യേക സ്ലറിയായി മാറി ഈ സ്ലറി ഒരു നദിയായി ഒഴുകി പുൽത്തോട്ടത്തിലേക്ക് ചെന്ന് ചേരുകയാണ്. പുൽത്തോട്ടത്തിന് പുറമെയാണ് പച്ചക്കറിത്തോട്ടവും വാഴത്തോട്ടവും. വാഴയാകട്ടെ ചൊവ്വാഴയാണ്. ചുവന്ന ലാൽക്കേല പഴമാണ് ഇവിടെ വിരിയുന്നത്. ആ പഴം വിരിയിക്കുവാൻ വേണ്ടി, ദേവിക്ക് പ്രിയപ്പെട്ട പഴമായ ലാൽക്കേല പഴം വിരിയിക്കുവാൻ വേണ്ടി തന്നെ പ്രത്യേക തോട്ടം, ചൊവ്വാഴത്തോട്ടം തന്നെ ഫാമിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പച്ചക്കറിയിൽ പടവലമാണ് മുന്നിൽ. ഭൂമിയെ നമസ്കരിക്കുവാൻ വേണ്ടി മുകളിൽ നിന്ന് താഴേക്ക് തൂങ്ങി വരുന്ന പടവലത്തിന് 1000-ഓളം അവസരമാണ് നൽകിയിരിക്കുന്നത്. 1-2 1000-ഓളം മൂട് പടവലമാണ് ഫാമിൽ നട്ടിരിക്കുന്നത്. അവ ഞരങ്ങണ പെരുങ്ങണെ കയറിപ്പോകാനായി കൃത്യമായ പന്തലും ഒരുക്കിയിട്ടുണ്ട്. ഫാമിൽ നിന്ന് വരുന്ന ജൈവവളം തന്നെ പച്ചക്കറിക്കും കൂട്ടായി. എന്തായാലും പച്ചക്കറിയും വാഴയും സമൃദ്ധമായി ചൈതന്യത്തോടെ വിളഞ്ഞു വരുവാൻ പൂവാലികളുടെ ജൈവവളം തന്നെ കൂട്ട് എന്ന് ഫാം കാണുന്ന ആർക്കും മനസ്സിലാവും. പൂവാലികളും പച്ചക്കറിയും വാഴത്തോട്ടവുമൊക്കെയായി വിടർന്നു നിറയുന്ന ഹരിതാവ ഇവിടെ തീരുന്നില്ല. ഗോശാലയാവുമ്പോൾ അത് സംയോജിതമാകണം എന്ന് നിർബന്ധമുണ്ട് ഭാരവാഹികൾക്ക്. അതുകൊണ്ട് തന്നെ മുട്ടക്കോഴികളെയും ഒപ്പം കൂട്ടി. നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന നാടൻ കോഴികൾ വേണം എന്ന നിർബന്ധമുണ്ടായിരുന്നു അധികൃതർക്ക്. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് കിട്ടാവുന്നത്രയും നാടൻ കോഴികളെ ശേഖരിച്ചു. കരിങ്കോഴി, തേനിക്കോഴി, തിത്തിരിക്കോഴി, മധുരക്കോഴി എന്നിങ്ങനെ നാട്ടിൽ നിന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന കോഴികളുടെ ഒരു ശേഖരം ഉണ്ടാക്കാൻ കഴിഞ്ഞത് വലിയ ഒരു മേന്മ തന്നെയാണ്. കൂട്ടത്തിൽ മുട്ട ഉൽപ്പാദനത്തിൽ മികച്ചു നിൽക്കുന്ന ഗ്രാമപ്രിയ കോഴികളെയും കൂട്ടി. ഗ്രാമപ്രിയയ്ക്ക് പ്രത്യേക സൗന്ദര്യമുണ്ട്. കരിങ്കോഴിയും തേനിക്കോഴിയും നേക്കഡ് നെക്ക് കോഴികളെയും പോലെയല്ല ഗ്രാമപ്രിയ. പ്രതിവർഷം 180-ൽ കുറയാത്ത മുട്ടകളിടും. അതും പൂർണ്ണമായും തവിട്ടുമുട്ട. വിപണിയിൽ നല്ല പ്രിയമുള്ള മുട്ടകളാണ് തവിട്ടുമുട്ടകൾ. ഗ്രാമപ്രിയ കോഴിയുടെയും നാടൻ കോഴിയുടെയും മുട്ടകളുടെ നല്ല ഒരു വിപണി ഉണ്ടാക്കുവാനും കൂനമ്പായിക്കുളം ക്ഷേത്ര അധികൃതർക്ക് കഴിഞ്ഞു. ഭക്തന്മാർ തന്നെയാണ് പ്രധാന ഉപഭോക്താക്കൾ. യാതൊരുവിധ മായവും ചേരാത്ത
രാസവസ്തുക്കൾ കലരാത്ത പൂർണ്ണമായും ജൈവ രീതിയിൽ കൃഷി ചെയ്ത ദേവീ ചൈതന്യമുള്ള ദേവീ മാഹാത്മ്യമുള്ള ഉൽപ്പന്നങ്ങൾ ക്ഷേത്രത്തിൻ്റെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുക എന്നാൽ വലിയ സുഹൃതം തന്നെയാണ്. ഭക്തർ അങ്ങനെ തന്നെയാണ് അതിനെ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിന് പ്രത്യേകം വിപണി തേടേണ്ട കാര്യമില്ല. കൃത്യമായ ഉപഭോക്താക്കൾ എന്നും രാവിലെയും വൈകുന്നേരവും ഗോശാലയെ ഫാമിനെയും തേടി വരും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ പിന്നെ ഗോശാലയിൽ നിന്നുള്ള വളം വളരെ ഭംഗിയായി വിനിയോഗിച്ച് അത് കൃത്യമായ ഒരു പച്ചക്കറി തോട്ടത്തിലേക്കാണ് എത്തിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഒരു ആസൂത്രിതമായ ഒരു സംയോജിത കൃഷിയുടെ ഒരു പ്ലാനിങ് നിങ്ങൾക്കുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിന് ഞങ്ങൾക്ക് അതിൻ്റെ ഉപദേശകനായിട്ട് ഇവിടെ തന്നെ രഞ്ജൻ സാർ എന്ന് തൊട്ടടുത്തുള്ളതാണ് രഞ്ജൻ സാറുണ്ട്. അദ്ദേഹം ഈ കാർഷിക രംഗത്ത് വളരെ ഉന്നതമായിട്ടൊരു പദവിയിലിരിക്കുന്ന അദ്ദേഹമാണ്. അപ്പം ഇവിടെ ഈ കഴുകുന്ന ചാണകവെള്ളമായാലും മൂത്രമായാലും നമ്മൾ ടാങ്കിൽ ശേഖരിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് പമ്പ് വഴിയിട്ടത് കൃഷി സ്ഥലത്തേക്ക് നമ്മൾ പമ്പ് ചെയ്ത് മാറ്റും. പിന്നെ ചാണകം തന്നെ നമ്മൾ ഉണക്കി ഓരോ ചാക്കിനകത്താക്കിയിട്ട് ആവശ്യക്കാർക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് തന്നെ നമ്മൾ വിൽപ്പന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ മുട്ടക്കോഴിയുടെ ഒരു ഫാമും പ്രവർത്തിക്കുന്നു. അതും ഇത് തന്നെയാണ്. ഈ 40-50 ദിവസം പ്രായമുള്ള കോഴികളുടെ മുട്ടയല്ലേ നമ്മളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല നാടൻ കോഴികളുടെ മുട്ട നമുക്ക് പരമാവധി നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും വളരെ നല്ലൊരു സന്ദേശമായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു. അതുകൊണ്ട് ഇപ്പോൾ മറ്റ് ക്ഷേത്രങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഈ പ്രോഗ്രാം ഹരിതസുന്ദരം കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റ് ക്ഷേത്രങ്ങളുടെ ഭാരവാഹികൾക്ക് ഇത് തോന്നിയാൽ ഈ ഒരു മാതൃക സ്വീകരിക്കാവുന്നതാണോ? ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ അവർ ഉപദേശങ്ങൾ തേടിക്കൊണ്ടിവിടെ വരാറുണ്ട്. ഞങ്ങൾ പ്രസിഡൻറ്റ്, സെക്രട്ടറി, ഈ ഭാഗത്ത് വരുന്ന ആൾക്കാരുടെ ഇവിടെ വരുമ്പോൾ ഇവരെ അന്വേഷിച്ച് വരികയും അവരിൽ നിന്ന് ഇത് നടത്തിപ്പിൻ്റെ സംവിധാനങ്ങൾ മനസ്സിലാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ഈ സ്വകാര്യ വ്യക്തികളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത്. ഇപ്പം അവർക്ക് ഫാം തുടങ്ങണം എങ്ങനെയാണ് എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് വരുന്നത്. ഇന്ന് തന്നെ ഒരു 3 പേരൂടെ വന്നിരുന്നു. അപ്പോൾ അതൊരു വളരെ ഞങ്ങൾക്കൊരു സന്തോഷമാണത്. നല്ലത്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഒരു ഫാം നടത്തുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ? സത്യത്തിൽ അങ്ങനൊരു ബുദ്ധിമുട്ടില്ല. കാരണം ഇതൊരു കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ്. ഒരാൾ മാത്രം കിടന്ന് കഷ്ടപ്പെടുകയല്ലല്ലോ. ഒരു ഭരണസമിതിയിൽ 40 പേരുള്ളൊരു ബോഡിയുണ്ട്. അതിനകത്ത് ഏകദേശം ഒരു 90% ഞങ്ങളുടെ ട്രസ്റ്റ് മെമ്പേഴ്സ് എല്ലാവും വളരെയേറെ കഠിനമായിട്ട് ഇവിടുത്തെ ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ശ്രീ മഹാരാജ്ഞിയും ഐശ്വര്യത്തിൻ്റെ സിംഹാസനസ്ഥയുമായ ശ്രീഭദ്രകാളിയുടെ ക്ഷേത്രപ്പറമ്പിൽ നിന്ന് നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും ധൂളികൾ ഉയരുന്നു. അതിലൊരു കണമെങ്കിലും ഭുജിക്കാനായാൽ അത് ജന്മത്തിലെ ഏറ്റവും വലിയ സുഹൃതം തന്നെ. ആ സുഹൃതം തേടി അനുദിനം അനേകർ എത്തുന്നു. എല്ലാവർക്കും എല്ലാം നൽകാൻ ഈ പറമ്പ് തയ്യാർ. നേരാം എല്ലാ ഭാവുകളും.